സ്നേഹം നിറഞ്ഞ പൊന്മുണ്ടം പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഈ സമ്മേളനത്തിന് നേതൃത്വം കൊടുക്കുന്ന തസ്രീഫിൻ്റെയും യാഷിഫിൻ്റെയും റമീസിൻ്റെയും നേതൃത്വത്തിലുള്ള നല്ലവരായ ഇതിൻ്റെ സംഘാടകർ, ഈ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പ്രിയങ്കരനായ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി, ഞങ്ങളുടെ MSFൻ്റെ നിരീക്ഷകൻ കൂടിയായ പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ രണ്ടത്താണി അവറുകൾ, എനിക്ക് പിറകിലുള്ള പ്രിയപ്പെട്ട ഈ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ഉമരളി തങ്ങൾ മണ്ണാറക്കൽ, പ്രിയപ്പെട്ട കുഞ്ഞിപ്പ ഹാജി, PP മൊയ്തീൻകുട്ടി, സുഹൃത്തും സഹപ്രവർത്തകനുമായ പ്രിയപ്പെട്ട നിയാസ് ഉൾപ്പെടെ മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും MSFൻ്റെയും നല്ലവരായ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ രണ്ടത്താണി സാഹിബ് വളരെ വിശദമായി സമകാലിക രാഷ്ട്രീയത്തെ നിങ്ങളോട് ഇവിടെ സംവദിച്ചു. മുസ്ലിം യൂത്ത് ലീഗിനെ സംബന്ധിച്ച് യൂത്ത് ലീഗിൻ്റെ എല്ലാ സമ്മേളനങ്ങളും വളരെ സജീവമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് തലങ്ങളിൽ, യൂണിറ്റ് തലങ്ങളിലൊക്കെ അതിൻ്റെ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സമ്മേളനങ്ങൾ യഥാർത്ഥത്തിൽ സർക്കാരിനെതിരെയുള്ള വലിയ സമര പോരാട്ടങ്ങളായി മാറുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. സർക്കാരിനെതിരെയുള്ള വലിയ പോരാട്ടങ്ങളായി ഈ സമ്മേളനങ്ങൾ മാറുകയാണ്. നിങ്ങൾക്കറിയാം, 1956 കേരളം ഉണ്ടായത്. 57 പ്രഥമ EMS നമ്പൂതിരിപ്പാട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായത്. അവിടെ നിങ്ങോട്ട് വന്ന ഓരോ മുഖ്യമന്ത്രിമാർ, അതിൽ 22ാമത്തെ മുഖ്യമന്ത്രിയാണ് സഖാവ് പിണറായി വിജയൻ. 21ഉം 22ഉം പിണറായി വിജയനാണ്. നോക്കൂ നിങ്ങൾ, പ്രഥമ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട് മുതൽ കഴിഞ്ഞ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സർ വരെയുള്ള നീണ്ട 60 വർഷക്കാലം, ആ 60 വർഷക്കാലം കേരളത്തിന് വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ, വിവിധ മുഖ്യമന്ത്രിമാർ നേതൃത്വം നൽകിയിട്ടുണ്ട്. അതിൽ EMS ഉണ്ട്, നായനാരുണ്ട്, ആന്റണി ഉണ്ട്, പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറുണ്ട്, ലീഡർ K കരുണാകരനുണ്ട്, കുറഞ്ഞ കാലം എൻ്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട CH മുഹമ്മദ് കോയ സാഹിബുണ്ട്. നീണ്ട 60 വർഷക്കാലം കേരളത്തിന് കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും ലീഗുകാരനും നമ്മളെല്ലാവരും ഭരിച്ച കേരളം. ഏതു കേരളം? ഒരു കരിമ്പൻ ചണ്ടി കണക്കെ ബ്രിട്ടീഷുകാരൻ ഉപേക്ഷിച്ചു പോയ ഈ കേരളത്തെ ഇന്ന് കാണുന്ന ഒരു നവകേരളമാക്കി മാറ്റിയത് നമ്മളെല്ലാവരും ചേർന്നാണ്. 60 വർഷക്കാലം പൂർത്തീകരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി സാർ 2016 മെയ് മാസത്തിൽ അധികാരത്തിൽ താഴെ ഇറങ്ങുമ്പോൾ കേരളത്തിന്റെ പ്രഥമ മുഖ്യമന്ത്രി മുതൽ ഉമ്മൻചാണ്ടി സാർ വരെയുള്ള 60 വർഷക്കാലം പൂർത്തീകരിക്കുമ്പോൾ കേരളത്തിന്റെ ആകെ കടം എന്ന് പറയുന്നത് 1.75 ലക്ഷം കോടി രൂപയാണ്. 1.75 ലക്ഷം കോടി രൂപ. 60 വർഷക്കാലം ഈ നാടിനെ ഇങ്ങനെയാക്കി മാറ്റാൻ CPM-കാരനും CPI-കാരനും ലീഗുകാരനും കോൺഗ്രസ്സുകാരനും നമ്മൾ മാറി മാറി ഈ കേരളം ഭരിച്ചപ്പോഴുള്ള ആകെ ചെലവ് 1.75 ലക്ഷം കോടി രൂപ. സഖാവേ, നിന്റെ പിണറായി വിജയൻ 10 വർഷം പൂർത്തീകരിക്കാൻ വേണ്ടി പോവാൻ. ഈ 10 വർഷം പൂർത്തീകരിക്കാൻ വേണ്ടി പോകുമ്പോൾ കേരളത്തിന്റെ കടമെന്ന് പറയുന്നത് യൂത്ത് ലീഗിന്റെ സമ്മേളനത്തിൽ വെറുതെ പറഞ്ഞിട്ട് പോവുകയല്ല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 2024 കണക്ക് പ്രകാരം 4.3 ലക്ഷം കോടി രൂപ കേരളം കടത്തിലാണ്. 60 വർഷം നമ്മളെല്ലാവരും കൂടി ഭരിച്ചിട്ട് 1.75 ലക്ഷം കോടി രൂപ. 10 വർഷക്കാലം പിണറായി മാത്രം ഭരിച്ചിട്ട് 4.3 ലക്ഷം കോടി രൂപ ഈ നാട് കടത്തിലാവുകയാണ്. ഈ നാടിനെ ഭീമമായ കടത്തിലേക്ക് നമ്മൾ പോയിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, ഈ അങ്ങാടിയിൽ ഒരു കച്ചവടക്കാരൻ ഒരു 5 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ അയാൾ എന്താ ചെയ്യുക? ആ 5 ലക്ഷം കൊണ്ട് കച്ചവടം ചെയ്യും, അതിന് ലാഭം കിട്ടും, ആ ലാഭം ബാങ്കിലേക്ക് തിരിച്ചടയ്ക്കും, അങ്ങനെ അടവ് തീർക്കും. അത് സാധാരണ ലോൺ എടുക്കുന്നവരുടെ ഒരു സാധാരണ പ്രോസസ്സാണ്. എന്നാൽ കേരളത്തിന്റെ നിലവിലെ ധനസ്ഥിതി എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? നേരത്തെ എടുത്ത കടത്തിന്റെ ലോൺ അടയ്ക്കാൻ വേണ്ടി പുതിയ കടമെടുക്കുന്ന സംസ്ഥാനത്തിന്റെ പേരാണ് കേരളം എന്ന് പറയുന്നത്. നേരത്തെ എടുത്ത കടത്തിന്റെ പലിശ അടയ്ക്കാൻ വേണ്ടി പുതിയ കടമെടുക്കുന്ന സ്റ്റേറ്റിന്റെ പേരാണ് കേരളം എന്ന് പറയുന്നത്. അത്രമേൽ ഈ നാട് തകർത്തിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രഥമ മുഖ്യമന്ത്രി EMS മുതൽ അവസാനത്തെ മുഖ്യമന്ത്രിയായി UDF-ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാർ വരെ 60 വർഷക്കാലം കേരളം ഭരിച്ചപ്പോ 1.75 ലക്ഷം കോടി രൂപ ഈ നാടിന്റെ കടം 60 വർഷം കൊണ്ട്. എന്നാൽ 10 വർഷം കൊണ്ട് പിണറായി വിജയന്റെ കാലത്ത് കടമെന്ന് പറയുന്നത് 2024 കണക്ക്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്ക് 4.3 ലക്ഷം കോടി രൂപ. ഈ നാട്ടിൽ എന്താണ് ഉണ്ടായത്? ഉമ്മൻചാണ്ടി സാറിന്റെ ഭരണം നമ്മളൊക്കെ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ കാലത്തെ ഭരണത്തെക്കുറിച്ച് നമുക്കൊക്കെ ബോധ്യമുണ്ട്. നോക്കൂ നിങ്ങൾ, വിഴിഞ്ഞം പോർട്ട് ഉമ്മൻചാണ്ടിയുടെ സ്വപ്ന പദ്ധതിയാണ്. അതുപോലത്തെ ഒരു ബിഗ് പ്രോജക്റ്റ് പിണറായി വിജയന്റെ കാലത്ത് ഉണ്ടായോ? ഉണ്ടായില്ല. കൊച്ചി മെട്രോ ഉമ്മൻചാണ്ടി സാറിന്റെ ഡ്രീം പ്രോജക്റ്റാണ്.
അതുപോലത്തെ ഒരു പുതിയ മെട്രോ കോഴിക്കോട്ടോ തിരുവനന്തപുരത്തോ പിണറായി വിജയൻ ഉണ്ടാക്കിയോ? ഉണ്ടാക്കിയില്ല. കണ്ണൂർ എയർപോർട്ട് ഉമ്മൻചാണ്ടി സാറിന്റെ ബിഗ് പ്രോജക്റ്റ് ആണ്, അദ്ദേഹത്തിന്റെ കാലത്ത് ഡ്രീം പ്രോജക്റ്റ് ആണ്. അതുപോലത്തെ ഒരു പുതിയ എയർപോർട്ട് കേരളത്തിൽ പുതുതായി ഉണ്ടായോ? ഉണ്ടായില്ല. ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ ഉമ്മൻചാണ്ടി സാർ ഭരിക്കുമ്പോ, PK അബ്ദുൾ റഹ്മാൻ വിദ്യാഭ്യാസ മന്ത്രിയാകുമ്പോ നമ്മൾ തീരുമാനിച്ചു കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഒന്നെങ്കിൽ ഗവൺമെന്റ് കോളേജ് അല്ലെങ്കിൽ എയ്ഡഡ് മേഖലയിൽ കോളേജ് ഉണ്ടാകണം. ഞാൻ താന്നൂരിൽ നിന്ന് സംസാരിക്കുന്നത്. താന്നൂർ ഗവൺമെന്റ് കോളേജ് അതിന്റെ ശില്പിയായി പ്രിയപ്പെട്ട അബ്ദുൾ റഹ്മാൻ സാഹിബ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ കാലത്താണല്ലോ താന്നൂർ ഗവൺമെന്റ് കോളേജ് കൊണ്ടുവന്നത്. ആ ഗവൺമെന്റ് കോളേജ് പോലെ ഒരു പുതിയ സർക്കാർ കോളേജ് പിണറായി വിജയന്റെ കാലത്തുണ്ടായോ? ഒരു പുതിയ സർക്കാർ കോളേജ് കേരളത്തിൽ പിണറായി ഭരിക്കുമ്പോ ഉണ്ടായില്ല. നോക്കൂ നിങ്ങൾ, തിരൂരിൽ മലയാളം സർവകലാശാല ഉമ്മൻചാണ്ടിയുടെ കാലത്ത്, തിരുവനന്തപുരത്ത് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഉമ്മൻചാണ്ടിയുടെ കാലത്ത്. നമ്മൾ ചോദിക്കുന്നത്, ഇത്രമേൽ ഭീമമായ കടമുണ്ടാക്കിയ ഈ പിണറായിയുടെ കാലത്ത് ഒരു പുതിയ സർവകലാശാല ഉണ്ടായോ? ഉണ്ടായില്ല. രണ്ടത്താണി സാഹിബ് ഇവിടെ ഉണ്ടല്ലോ, 5 കോടി രൂപയാണ് MLA ആസ്തി വികസന ഫണ്ട്. 5 കോടി രൂപ. അതുകൊണ്ട് റോഡുണ്ടാക്കും, തോടുണ്ടാക്കും, പാലമുണ്ടാക്കും, നഴ്സറി ഉണ്ടാക്കും, കുട്ടിവെള്ളം ഉണ്ടാക്കും. ഒരു MLAക്ക് 5 കോടി. ആരാ 5 കോടിയാക്കിയത്? ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോ അത് 1 കോടിയിൽ നിന്ന് 5 കോടി രൂപയായി ഉയർത്തി. നമ്മൾ ചോദിക്കുന്ന ചോദ്യം, 10 വർഷമായല്ലോ പിണറായി വിജയൻ ഭരിക്കുന്നു, 5 കോടിയിൽ നിന്ന് 5 കോടി 1 രൂപ ആക്കാൻ പിണറായി വിജയന് കഴിഞ്ഞോ? കഴിഞ്ഞില്ല. അത് കഴിഞ്ഞില്ല. +2-ന് നമ്മളെല്ലാവരും എല്ലാ ജൂൺ മാസത്തിലും സമരം ചെയ്യാറുണ്ട്. ഇവിടുത്തെ എല്ലാ രക്ഷിതാക്കളും വലിയ ആശങ്കപ്പെടാറുണ്ട്. അവസാനം സ്ഥിരം ബാച്ച് അനുവദിച്ചത് PK അബ്ദുൾ റഹ്മാന്റെ കാലത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുമ്പോ 10 വർഷം പൂർത്തീകരിക്കാൻ പോവാണല്ലോ. എന്റെ സഖാവേ, ഞാൻ ചോദിക്കട്ടെ, ഒരു പുതിയ ബാച്ച് അനുവദിക്കാൻ, സ്ഥിരം ബാച്ച് അനുവദിക്കാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞോ? കഴിഞ്ഞില്ല. പിന്നെ എന്തിനാണ് ഈ കടം മുഴുവൻ ഈ നാടിനുണ്ടായത്? ഇത്ര വലിയ കടബാധ്യത 60 വർഷക്കാലം 1.75 ലക്ഷം കോടി രൂപ, കേവലം 10 വർഷം കൊണ്ട് 4.3 ലക്ഷം കോടി രൂപ. ഇത്ര വലിയ കടബാധ്യത ഉണ്ടാക്കുമ്പോൾ ഒരു പുതിയ വിഴിഞ്ഞം പദ്ധതി ഇല്ല, ഒരു പുതിയ മെട്രോ പദ്ധതി ഇല്ല, ഒരു പുതിയ എയർപോർട്ട് ഇല്ല, ഒരൊറ്റ പുതിയ ഗവൺമെന്റ് കോളേജ് ഇല്ല, പുതിയ +2-ന് സ്ഥിരം ബാച്ച് ഇല്ല, MLA-മാരുടെ ഫണ്ട് വർദ്ധിപ്പിച്ചിട്ടില്ല, പുതിയ സർവകലാശാലകളില്ല. പിന്നെ എന്തിനാണ് ഈ കടബാധ്യത മുഴുവൻ നാടിനുണ്ടാക്കിയത്? നമ്മുടെ പേരിൽ എന്തിനാണ് പിണറായി വിജയന്റെ കാലത്ത് ഈ കടബാധ്യത ഉണ്ടായത്? നിങ്ങൾ പരിശോധിക്ക്. പിണറായി വിജയന്റെ 1 വർഷത്തെ ആഘോഷത്തിന്, സർക്കാരിന്റെ ആഘോഷത്തിന് ചെലവാക്കുന്നത് 100 കോടി രൂപ. 100 കോടി രൂപ. 4ാം ആഘോഷം നടക്കുമ്പോൾ, 4ാം വാർഷിക ആഘോഷം നടക്കാൻ ഗവൺമെന്റ് വകയിരുത്തിയത് 100 കോടി രൂപ. അതിന് ഫ്ലക്സ് ബോർഡ് വെക്കാൻ 15.65 കോടി രൂപ. ഫ്ലക്സ് ബോർഡ് വെക്കാൻ, അത് ഡിസൈൻ ചെയ്യാൻ 10 കോടി രൂപ. നോക്കൂ നിങ്ങൾ, അവിടെ LED വാൾ പ്രദർശിപ്പിക്കാൻ 7.5 കോടി രൂപ. ടൂറിസം മന്ത്രിയുടെ പ്രചരണത്തിന് 1.6 കോടി രൂപ. ഇത്തരത്തിൽ ദൂർത്തടിക്കുകയാണ്. ഒരു പുതിയ പ്രോജക്റ്റ് ഉണ്ടായില്ല, ഒരു പുതിയ പ്രോജക്റ്റ് ഉണ്ടായില്ല. പക്ഷേ ദൂർത്തടിച്ചുകൊണ്ട് ഒരു നാടിനെ ധാരാളിത്വത്തിന്റെ പേരിൽ കടബാധ്യതയുടെ പടുകുടിയിലേക്ക് ഒരു നാടിനെ കൊണ്ടുപോയ ഭരണാധികാരിയുടെ പേരാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. നോക്കൂ, നമ്മുടെ നാട്ടിലൊക്കെ കുട്ടികളുണ്ടാവും, നമ്മുടെ വീട്ടിലുണ്ടാവും, മക്കളുണ്ടാവും, പേരക്കുട്ടികളുണ്ടാവും. വീട്ടുകാരും പേരക്കുട്ടികൾക്കും മക്കൾക്കൊക്കെ പശുവിന്റെ പാല് കൊടുക്കണം. അതെല്ലാവർക്കും താല്പര്യമുള്ള കാര്യമാണ്. നമ്മുടെ മക്കൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? തൊട്ടപ്പുറത്ത് പശുവുള്ളൊരു വീട്ടിൽ നിന്ന് 1-2 ലിറ്റർ പാല് വാങ്ങും. അതല്ലെങ്കിൽ കേരളത്തിന്റെ സ്വന്തം മിൽമയുണ്ട്, മിൽമയിൽ നിന്ന് പാല് വാങ്ങാം. എന്നാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പേരക്കുട്ടി വീണ വിജയന്റെ മകൾ, അയാൾക്ക് പാല് ഭയങ്കര ഇഷ്ടമാണത്രേ. ആ കുട്ടിക്ക് പാല് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പശുവിന്റെ പാല് കൊടുക്കാൻ ഈ മുഖ്യമന്ത്രി ചെയ്ത പണി എന്താണെന്നറിയോ? ഒരു പശുവിന്റെ തഴുത്തുണ്ടാക്കിയിട്ട് 4 ജേഴ്സി പശുവിനെ വാങ്ങി ഗജനാവിൽ നിന്ന് 1/2 കോടി രൂപ എഴുതിയെടുത്ത വിഡ്ഢിയായ ഭരണാധികാരിയുടെ പേരാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. പേരക്കുട്ടിക്ക് പാല് കുടിക്കാൻ ഒരു തഴുത്തനുണ്ടാക്കിയിട്ട് 4 പശുവിനെ വാങ്ങിയ ഒരു ഭരണാധികാരി. ആരുടെ പണമാണ്? എന്റെയും നിങ്ങളുടെ നികുതി പണമാണ്, ഈ നാടിന്റെ നികുതി പണമാണ്. ഇങ്ങനെ ധാരാളിത്വം കാണിക്കുന്ന ഒരു ഭരണാധികാരിയായി പിണറായി വിജയൻ എന്ന ഭരണാധികാരി മാറി. നോക്കൂ, നേരത്തെ ഇവിടെ പ്രിയപ്പെട്ട രണ്ടത്താണി സാഹിബ് പറഞ്ഞല്ലോ, ആർക്കാ തൊഴിൽ? ഈ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കേണ്ട ബാധ്യത ആരുടേതാണ്? തൊഴിൽ കൊടുക്കേണ്ട പണി ആരുടേതാണ്? അത് സർക്കാരിൻ്റെതാണ്. സർക്കാരാണ് തൊഴിൽ ദാതാവ്, ആ സർക്കാരാണ് തൊഴിൽ കൊടുക്കേണ്ടത്. നമ്മൾ പറയാറുണ്ടല്ലോ, ഇവിടെ MDMA വലിയ രൂപത്തിൽ ഉപയോഗിക്കുന്നു, സിന്തറ്റിക് ഡ്രഗ്സുകൾ ഇവിടെ ഉപയോഗിക്കുന്നു. അതിന് പള്ളിയിൽ നിന്ന് ജുമ കഴിഞ്ഞാൽ പ്രഭാഷണം, അമ്പലത്തിൽ നിന്ന് മൈക്കിൽ സാരോപദേശം, ചർച്ചിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞാൽ വലിയ ചർച്ചകൾ, ക്ലബ്ബുകൾ, എല്ലാവരും പരിപാടിയിലാണ്. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് ചെറുപ്പക്കാർ MDMA-യിലേക്ക് പോകുന്നത്? എങ്ങനെയാണ് ചെറുപ്പക്കാർ ഈ ഇത്തരത്തിലുള്ള ഡ്രഗ്സിലേക്ക് പോകുന്നത്? ആരാ അതിന് ഉത്തരവാദി? നമ്മളെല്ലാവരും വലിയ ക്യാമ്പയിൻ നടത്തുമ്പോൾ അതിന് ഉത്തരവാദി ഉണ്ടല്ലോ. ആരാ അതിന് ഉത്തരവാദി? അതിന് ഉത്തരവാദി ഈ ഗവൺമെന്റാണ്. എങ്ങനെ ഗവൺമെന്റ് ഉത്തരവാദിയാകുന്നത്? ഈ ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ നിരക്ക്, ഇവിടുത്തെ യൂത്ത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, ഐക്യജനാധിപത്യ മുന്നണി 2016 അധികാരത്തിൽ നിന്നിറങ്ങുമ്പോൾ ഈ അങ്ങാടിയിലെ ഒരു 100 ചെറുപ്പക്കാരുണ്ടെങ്കിൽ 78 പേർക്ക് തൊഴിലുണ്ട്, 22 പേർക്ക് തൊഴിലില്ല.
അതാണ് UDF ഭരിക്കുമ്പോഴുള്ള ഇവിടുത്തെ യൂത്ത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. എന്നാൽ ഡിവൈഎഫ്ഐക്കാരാ തൊഴിലെവിടെ എന്ന് ചോദിച്ച് എല്ലാ വർഷവും സമരം നടത്തുന്നവരല്ലേ നിങ്ങള്? ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയൻ ഭരിക്കുമ്പോ 2024 യൂത്ത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് പുറത്തു വന്നല്ലോ. എത്രയാ റേറ്റ്? 44% ചെറുപ്പക്കാർക്ക് തൊഴിലില്ല. നമ്മൾ ഭരിക്കുമ്പോ 22%, ഇപ്പോ 44%. എന്ന് വെച്ചാൽ ഈ അങ്ങാടിയിൽ 100 പേരുണ്ടായാൽ ആ 100 പേരിൽ പകുതി പേർക്ക് തൊഴിലില്ല. ആ തൊഴിലില്ലാത്ത പകുതി പേരാണ് ഈ പറഞ്ഞ തരത്തിലുള്ള സിന്തറ്റിക് ഡ്രഗ്സിലേക്ക് പോകുന്നത്. അവരാണ് ഇത്തരത്തിലുള്ള ഡ്രഗ്സുകൾക്ക് അടിമപ്പെട്ടുകൊണ്ട് അതിന്റെ വിപണനത്തിന് പോകുന്നത്. അവർക്ക് തൊഴിൽ കൊടുക്കേണ്ട സർക്കാർ ഇന്നിവിടെയാണ്. ഇത് ഞങ്ങൾ വെറുതെ പറഞ്ഞിട്ട് പോകുകയല്ല. ഡിവൈഎഫ്ഐക്കാരാ, നിന്റെ മൊബൈൽ ഫോൺ എടുത്ത് പരിശോധിക്കുക. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് അതിന്റെ കണക്കുകൾ പരിശോധിക്കുക. അതിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നു 2024 ഈ കേരളത്തിന്റെ യൂത്ത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ അത് 44%. ചെറുപ്പക്കാർക്ക് പണിയില്ലാത്ത ഒരു നാടായി കേരളം മാറി. ചെറുപ്പക്കാർക്ക് പണിയില്ലാത്ത ഒരു നാടായി കേരളം മാറി. നോക്കൂ നിങ്ങൾ, വിലക്കയറ്റം. എന്താ വിലക്കയറ്റത്തിന്റെ സ്ഥിതി? ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു കുടുംബനാഥൻ, ഒരു സ്ത്രീയോ പുരുഷനോ 1000 രൂപയെടുത്ത് അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ ഒരാഴ്ചത്തേക്കുള്ള വീട്ടു സാധനങ്ങൾ വാങ്ങാൻ തികയില്ല. ഒരാഴ്ചത്തേക്കുള്ളത് വീട്ടു സാധനം വാങ്ങാൻ അത് തികയാത്ത വിധം പച്ചവെള്ളത്തിന് തീ പിടിച്ച വിലയാണ് കേരളത്തിൽ. പച്ചവെള്ളത്തിന് തീ പിടിച്ച വിലയാണ്. അപ്പൊ സഖാവ് പറയാൻ അത് കേരളത്തിന് മാത്രം കുഴപ്പമില്ല. അതെന്താണ്? അതൊരു ആഗോള തലത്തിലുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്, ഒലക്കന്റെ മൂടാണ്. ഇവിടെ സഖാവ് ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞുതരാം. കേരളത്തിൽ, ഇന്ത്യയിൽ ഒരു ഇൻഡെക്സ് ഉണ്ട്. ഏതെന്നറിയോ? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളും ഇന്ത്യയിലെ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഓരോ മാസം എത്രയാണ് അവിടുത്തെ ഈ ജീവിത ചിലവ് എന്നതിനെ കുറിച്ച് പഠിക്കാൻ, അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ്. ജീവിക്കാൻ കഴിയാത്ത നാട് ഏതാണ് എന്ന് മനസ്സിലാകണമെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നോക്കിയാൽ മതി. ഞങ്ങൾ വെറുതെ പ്രസംഗിച്ച് പോകുകയല്ല. നിന്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, നീ പരിശോധിക്ക്. 2025 കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയിൽ ജീവിക്കാൻ സാധ്യമല്ലാത്ത വിലക്കയറ്റമുള്ള സംസ്ഥാനത്തിന്റെ പേരേതാണ്? UP ആണോ? അല്ല. ഗുജറാത്ത് ആണോ? അല്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനമാണോ? അല്ല. ഈ കേരളമാണ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ വിലവർദ്ധനവുള്ള, സാധാരണക്കാരന് ജീവിക്കാൻ കഴിയാത്ത അസഹ്യമായ വിലവർദ്ധനവുള്ള നാടിന്റെ പേര് 2025 ജനുവരി മാസം കേരളം, ഫെബ്രുവരി മാസം കേരളം, മാർച്ച് മാസം കേരളം, ഏപ്രിൽ മാസം കേരളം, മെയ് മാസം കേരളം, ജൂൺ മാസം കേരളം, ജൂലൈ മാസം കേരളം, ഓഗസ്റ്റ് മാസം കേരളം. സെപ്റ്റംബറിലെ റിസൾട്ട് വന്നിട്ടില്ല, അത് വരാനിരിക്കുന്നേ ഉള്ളൂ. 9 മാസം തുടർച്ചയായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലവർദ്ധനവുള്ള സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാണ്. നിങ്ങൾ ഈ നാട് ഭരിക്കുമ്പോ ഈ നാടിന്റെ സ്ഥിതി എന്താണ്? ഞാനിത് വെറുതെ പറഞ്ഞു പോവാണോ? നിങ്ങൾ പരിശോധിക്ക്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നിങ്ങൾ പരിശോധിക്ക്. എല്ലാത്തിനും വിലവർദ്ധിച്ച ഒരു നാട്, വിലവർദ്ധിക്കാത്ത ഒരു വസ്തുവില്ല. എല്ലാത്തിനും വിലവർദ്ധിച്ച ഒരു നാടാണ്. നോക്കൂ, ഇനി തൊഴിലില്ലെങ്കിൽ കുഴപ്പമില്ല, കൂലിയും പണിയും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും പട്ടിണി കടന്ന് ജീവിക്കാം എന്ന് കരുതിയാൽ, നേരത്തെ രണ്ടു പറഞ്ഞല്ലോ, പോലീസിനെ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്ന ഒരു ഗവൺമെന്റ്. നോക്കൂ, നിങ്ങളുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരിചയമുള്ള ഒരു പോലീസുകാരുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം, ഒരു ദിവസം ശരാശരി 5 ലക്ഷം രൂപ ഒരു പോലീസ് സ്റ്റേഷനിൽ പിരിക്കണം. പോലീസ് റെസിപ്റ്റ് വെച്ചിട്ട് നമ്മളൊക്കെ സംഭാവന പിരിക്കുന്ന പോലെ സംഭാവന തരണം എന്ന് പറഞ്ഞല്ലോ പിരിക്കുക. പോലീസ് എങ്ങനെ പിരിക്കുക? ഇടവഴിയിലും നടവഴിയിലും ഒക്കെ നമ്മളെ കാത്തിരിക്കും. സാധാരണക്കാരായ നമ്മൾ ഏതെങ്കിലും ഇടവഴിയിലൂടെ വരുമ്പോ ചാടി വീണ് 1000 രൂപ പറ്റി, 2000 രൂപ പറ്റി, അങ്ങനെ ദിവസവും ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് 5 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ ഗവൺമെന്റ് ഈ ഗവൺമെന്റ്. ജനങ്ങളെ എല്ലാ അർത്ഥത്തിലും ബുദ്ധിമുട്ടാക്കുന്ന ഒരു ഗവൺമെന്റ്. നോക്കൂ നിങ്ങൾ, കേരളത്തിന്റെ പോലീസ് സ്റ്റേഷനകത്ത് പോലീസ് പിടിച്ചുകൊണ്ടുപോയിട്ട് തല്ലിക്കൊന്ന ചെറുപ്പക്കാരുടെ എണ്ണം 17 പേരാണ്. ഡിവൈഎഫ്ഐക്കാരാണ്. 17 ചെറുപ്പക്കാരെയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ മുഖ്യമന്ത്രി പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ 17 ചെറുപ്പക്കാരെയാണ് കേരളത്തിന്റെ പോലീസിന്റെ അകത്ത് പോലീസ് ജയിലിൽ കൊണ്ടുപോയി, സെല്ലിൽ കൊണ്ടുപോയി തല്ലിക്കൊന്നത്. 17 പേരെ തല്ലിക്കൊന്ന പോലീസ്. അതിൽ ഒരാൾ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, ഞാൻ ഒരു സഖാവാണ്, ജീവിതകാലം മുഴുവൻ ഞാൻ സഖാവാണ്, എൻ്റെ മകൻ ഡിവൈഎഫ്ഐയുടെ മെമ്പറാണ്. പറഞ്ഞത് അച്ഛനാണ്. എൻ്റെ മകൻ ഡിവൈഎഫ്ഐയുടെ മെമ്പറാണ്, എൻ്റെ മകനെ കേരളത്തിലെ പോലീസ് തല്ലിക്കൊന്നതാണ് എന്ന് പരസ്യമായി
ഡിവൈഎഫ്ഐയുടെ ഒരു പ്രവർത്തകനെ പോലീസ് തല്ലിക്കൊന്നു എന്ന് സ്വന്തം അച്ഛൻ പരസ്യമായി പറഞ്ഞിട്ടും മൗനമായി നിൽക്കുന്ന, നിശ്ചലമായി നിൽക്കുന്ന അടിമത്തത്തിന്റെ പേരാണ് ഡിവൈഎഫ്ഐ എന്ന് പറയുന്നത്. തന്റെ സ്വയം പ്രവർത്തകൻ, സ്വന്തം മെമ്പർഷിപ്പുള്ള ഒരു പ്രവർത്തകൻ, അവനെ പോലീസുകാരൻ തല്ലിക്കൊന്നു എന്ന് തൻ്റെ പിതാവ്, ആ ചെറുപ്പക്കാരൻ്റെ പിതാവ് എന്ന് പറയുമ്പോഴും മൗനം പാലിക്കുന്ന ഒരു കൂട്ടരായി ഈ പിണറായി വിജയന്റെ പോലീസ് മാറി. നോക്കൂ നിങ്ങൾ, പോലീസുമായി ബന്ധപ്പെട്ട് 2 ഇൻഡെക്സ് ആണ് ഈ രാജ്യത്തുള്ളത്. പോലീസിന്റെ പ്രവർത്തനം വിലയിരുത്തുന്ന 2 ഇൻഡെക്സ്. ഒന്ന് സെൻട്രൽ ഇൻഡെക്സ് ആണ്, മറ്റൊന്ന് സ്റ്റേറ്റ് ഇൻഡെക്സ് ആണ്. അത് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ ആണ് ഒന്നാമത്തത്. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ, ഞങ്ങൾ ഇത് വെറുതെ പറഞ്ഞു പോവല്ല, നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാം. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ പ്രകാരം, പെർ ക്യാപിറ്റ റേഷ്യോ പ്രകാരം ഏറ്റവും കൂടുതൽ ക്രിമിനൽ ആക്ടിവിറ്റികൾ നടക്കുന്ന സ്റ്റേറ്റിന്റെ പേരെന്താണ്? നമ്മൾ പറയല്ല, സെൻട്രൽ ഗവൺമെന്റിന്റെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ ആക്ടിവിറ്റി നടക്കുന്ന സ്റ്റേറ്റുകളുടെ പേരിൽ 1ാം സ്ഥാനത്ത് യു പി ഉണ്ടാവും. ഉത്തരേന്ത്യൻ സംസ്ഥാനമാണ്. നിരന്തരമായി കലാപങ്ങളും അക്രമങ്ങളും നടക്കുന്ന നാടാണ് യു പി. 3ാമത്തെ സ്റ്റേറ്റിന്റെ പേര് മഹാരാഷ്ട്ര, അതുണ്ടാവും. ഉത്തരേന്ത്യൻ സംസ്ഥാനമാണ്. വലിയ വാർത്തകൾ നമ്മൾ കേൾക്കുന്നതാണ്. 4ാമത്തെ സ്റ്റേറ്റിന്റെ പേര് ഡൽഹി, ഉത്തരേന്ത്യൻ സംസ്ഥാനമാണ്. വലിയ വാർത്തകൾ വരുന്ന സംസ്ഥാനമാണ്. എന്നാൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? 1 യു പി ആകുമ്പോ, 2 മഹാരാഷ്ട്ര, 3 മഹാരാഷ്ട്രയാകുമ്പോ 2ാമത്തെ സ്റ്റേറ്റിന്റെ പേര് കേരളം എന്നാണ്. എന്റെയും നിങ്ങളുടെയും കേരളം. ഇന്ത്യയിൽ യു പി ഉള്ള ഇന്ത്യയിൽ മഹാരാഷ്ട്രക്ക് മുൻപിലായി, ഡൽഹിക്ക് മുൻപിലായി, ഗുജറാത്തിന് മുൻപിലായി, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് മുൻപിലായി. പെർ ക്യാപിറ്റ റേഷ്യോ പ്രകാരം ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകളുള്ള സ്റ്റേറ്റിന്റെ പേര് കേരളം എന്നാണ് 2ാം സ്ഥാനത്ത്. നിങ്ങളുടെ ഭരണം വിജയമാണോ പരാജയമാണോ? CPM-കാരൻ നീ പരിശോധിക്ക്. ഇനി അത് വോട്ട് ഡിവൈഎഫ്ഐക്കാരൻ പറയും അത് BJP അല്ലേ ഭരിക്കുന്നത്, മോഡിയല്ലേ പ്രധാനമന്ത്രി, അമിത്ഷാ അല്ലേ ആഭ്യന്തരമന്ത്രി, അമിത്ഷാന്റെ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ അല്ലേ, അതെങ്ങനെ ലീഗുകാരൻ വിശ്വസിക്കാന്ന്? ശരി, ഞങ്ങളത് തള്ളിക്കളയാം. എന്നാൽ കേരളം ഭരിക്കുന്നത് മോഡിയല്ലല്ലോ, പിണറായി വിജയനല്ലേ. കേരളത്തിൽ ആഭ്യന്തരമന്ത്രി അത് അമിത്ഷാ അല്ലല്ലോ, പിണറായി വിജയനല്ലേ. സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോ അത് കേരളത്തിന്റെ ഇൻഡെക്സ് ആണ്. സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോ, ആ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം കേരളത്തിലെ 1957 EMS മുതൽ 2025 പിണറായി വരെയുള്ള 22 മുഖ്യമന്ത്രിമാരുടെ കാലയളവിൽ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പറയുന്നു ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടന്നത് 2024 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ കാലം. ഏറ്റവും കൂടുതൽ ബലാത്സംഗം നടന്നത് 2024 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ കാലം. ഏറ്റവും കൂടുതൽ മോഷണ കേസുകൾ രജിസ്റ്റർ ചെയ്തത് 2024 മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏറ്റവും കൂടുതൽ വഞ്ചനാ കേസുകൾ രജിസ്റ്റർ ചെയ്തത് 2024 മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏറ്റവും കൂടുതൽ വുമൺ അട്രോസിറ്റി കേസുകൾ രജിസ്റ്റർ ചെയ്തത് 2024 മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏറ്റവും കൂടുതൽ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമ കേസുകൾ രജിസ്റ്റർ ചെയ്തത് 2024 പിണറായി വിജയൻ. യൂത്ത് ലീഗിന്റെ റിപ്പോർട്ടല്ല, ആഭ്യന്തര വകുപ്പ് പിണറായി വിജയൻ ഭരിക്കുമ്പോൾ പിണറായി വിജയന്റെ പോലീസിനെ കുറിച്ച് അതേ ആഭ്യന്തര വകുപ്പിന്റെ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കാണ്. കേരളത്തിൽ ഇത്ര തല്ലിപ്പൊളി ഭരണം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. നോക്കൂ നിങ്ങൾ, മദ്യഷോപ്പുകൾ നിരന്തരമായി തുറക്കുന്നൊരു ഭരണകൂടം. 2016 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് താഴെ ഇറങ്ങുമ്പോൾ ആകെയുള്ള 5 സ്റ്റാർ ബാറുകളുടെ എണ്ണം 29 ആണ്. 29 മദ്യഷോപ്പുകളാണ്, 5 സ്റ്റാർ ബാറുകളാണ് കേരളത്തിലുണ്ടായത്. 29 എന്ന് വെച്ചാൽ ഒരു ജില്ലയിൽ കഷ്ടിച്ച് 2 എണ്ണം, അതിലേറെ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇന്ന് 2024 നിയമസഭ 2024 വരെയുള്ള കണക്കുകൾ നിയമസഭയിൽ വെച്ചത് 846 5 സ്റ്റാർ ബാറുകളുള്ള നാടിന്റെ പേരാണ് കേരളം. നമ്മൾ ഇറങ്ങുമ്പോൾ 29, ഇന്നുള്ളത് 846. അത് 1000 കടന്നിട്ടുണ്ടാകും എന്നാണ് പുതിയ കണക്ക്. നിങ്ങൾക്കറിയോ, മലപ്പുറം ജില്ലയിൽ ആകെ 2016 ഒരു 5 സ്റ്റാർ ബാറാണ് ഉണ്ടായത്, ഒരൊറ്റ മാത്രം. എന്നാൽ ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് 2024 26 എണ്ണവും 27ാമത്തത് കോട്ടക്കലും 28ാമത്തത് പൂരപ്പുഴയിലും അനുമതി നൽകിയിരിക്കുന്നു. എന്ന് വെച്ചാൽ 28 5 സ്റ്റാർ ബാറുകൾ ഈ ജില്ലക്കകത്ത് മാത്രം കൊടുത്തു. കേരളത്തിൽ ഒന്നാകെ നമ്മൾ ഭരിക്കുമുണ്ടായത് ആകെ 29 5 സ്റ്റാർ ബാറാണ്. ഇപ്പൊ മലപ്പുറം ജില്ലയിൽ മാത്രമുള്ളത് 28 5 സ്റ്റാർ ബാറാണ്. ഈ നാടിനെ ഇങ്ങനെ മദ്യലോബിക്ക് വിറ്റ ഒരു സർക്കാർ. നോക്കൂ നിങ്ങൾ, നമ്മൾ ഭരിക്കുമ്പോൾ പറഞ്ഞു ഇവിടെ ഒരു ഗവൺമെന്റ് ഓഫീസ് ഉണ്ടായാൽ, ഇവിടെ ഒരു സ്കൂൾ ഉണ്ടായാൽ, ഒരു വിദ്യാലയം ഉണ്ടായാൽ വിദ്യാലയത്തിന് മുമ്പിൽ ബാറ് പാടില്ല. ഉമ്മൻചാണ്ടി സാറിന്റെ തീരുമാനമാണ്. ഇവിടെ ഒരു പള്ളി, ഒരു അമ്പലം, ഒരു ചർച്ച്, ഒരു ക്ഷേത്രം അതുണ്ടായാൽ അതിന്റെ ചുറ്റുവട്ടത്ത് അവിടെ ഇത്തരത്തിലുള്ള മദ്യഷാപ്പുകൾ പാടില്ല എന്ന് തീരുമാനിച്ചത് നമ്മളാണ്.
ഇവരെന്ത് ചെയ്തെന്നറിയോ? ഇവർ അധികാരത്തിൽ വന്നപ്പോൾ സ്കൂളുകൾക്ക് മുമ്പിലൊക്കെ ബാർ കൊടുക്കാം. കാരണം ഓണത്തിനൊക്കെ വലിയ ആഘോഷമാണ്. അത് കഴിഞ്ഞ് വന്ന കുട്ടിയൊക്കെ 2 പെഗ് പുറകെ പോവാം. അതിന് സ്കൂളുകൾക്ക് മുമ്പിൽ ബാർ തുറക്കാൻ തീരുമാനിച്ചു. ഇവിടുത്തെ ക്ഷേത്രങ്ങൾക്കും അമ്പലങ്ങൾക്കും ചർച്ചുകൾക്കും പരിസരത്ത് മദ്യഷോപ്പ് ഉണ്ടാകരുത് എന്ന് തീരുമാനിച്ച ഗവൺമെന്റിന്റെ പേരാണ് ഉമ്മൻചാണ്ടിയുടെ UDF സർക്കാരെങ്കിൽ ആ നിയമം എടുത്തു കളഞ്ഞ് അവിടെയും മദ്യഷാപ്പ് കൊടുക്കാം എന്ന് തീരുമാനിച്ച ഗവൺമെന്റ് പേരാ പിണറായി വിജയൻ ഗവൺമെന്റ്. നോക്കൊരു നാടിനെ ഇങ്ങനെ തകർത്തു കളയുന്നു. സാധാരണക്കാരന്റെ ആവലാതിയില്ല, പോലീസിനെ നിയന്ത്രിക്കുന്നില്ല, നമുക്ക് തൊഴിൽ തരുന്നില്ല, നമുക്ക് ഏതെങ്കിലും തരത്തിൽ സൗകര്യങ്ങളില്ല, ഒരു ബിഗ് പ്രോജക്റ്റ് ഇല്ല. പക്ഷെ മദ്യഷോപ്പുകാരന് യഥേഷ്ടം മദ്യം കൊടുക്കാം, അതിന് വിളമ്പാൻ വേണ്ടി അനുമതി കൊടുക്കാം. അങ്ങനെ വന്നപ്പോ ഐക്യജനാധിപത്യ മുന്നണി യോഗം ചേർന്നു. എന്നിട്ട് നമ്മൾ തീരുമാനിച്ചു, അങ്ങനെയൊക്കെ ഗവൺമെന്റ് ലൈസൻസ് കൊടുക്കാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്തിൽ ലൈസൻസ് കൊടുക്കില്ല എന്ന് തീരുമാനിച്ച രാഷ്ട്രീയത്തിന്റെ പേരാണ് ഐക്യജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത്. നമ്മൾ തീരുമാനിച്ചു, ഞങ്ങൾ ഭരിക്കുന്ന മുന്നണിയാണോ UDF ഭരിക്കുന്ന പഞ്ചായത്ത്, ഞങ്ങൾ ലൈസൻസ് കൊടുക്കൂല എന്ന് തീരുമാനിച്ചു. അപ്പൊ ഈ പിണറായി എന്ത് ചെയ്തെന്നറിയോ? ഈ ലൈസൻസ് കൊടുക്കാനുള്ള അവകാശം പഞ്ചായത്തിൽ നിന്ന് എടുത്തു കളഞ്ഞു. എന്നിട്ടോ ഞങ്ങൾ നേരിട്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞു. ഈ പാവപ്പെട്ട ഈ മദ്യമുതലാളിമാർ, അവരെ പുറയിലൊക്കെ വലിയ പട്ടിണിയാണ്, അവിടെ വലിയ പ്രയാസമാണ്. അതിനെക്കുറിച്ച് വലിയ ആവലാതിയുള്ള ആളാണ് പിണറായി വിജയൻ. പഞ്ചായത്ത്, പൊന്മുണ്ടം പഞ്ചായത്ത് തീരുമാനിക്കുകയാണ് ഞങ്ങളുടെ ഷാപ്പിൽ മദ്യഷാപ്പ് വേണ്ട എന്ന്. പൊന്മുണ്ടത്തെ ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചാൽ, അതിന് ലൈസൻസ് കൊടുക്കാതിരുന്നാൽ ഇവിടെ ഒരു മദ്യഷാപ്പ് വരില്ല. അങ്ങനെ തീരുമാനിക്കുമ്പോൾ പിണറായി പറയാണ്, എങ്കിൽ ഞങ്ങളൊരു കാര്യം ചെയ്യാൻ, ആ നിയമം തന്നെ എടുത്തു കളഞ്ഞു. എന്നിട്ടോ ഇനി ലൈസൻസ് ഞങ്ങൾ കൊടുത്തോളാം, പഞ്ചായത്ത് കൊടുക്കണ്ടാണ്. അങ്ങനെ കൊടുത്ത ബാറുകളുടെ എണ്ണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അങ്ങനെ കൊടുത്ത ബാറുകളുടെ എണ്ണമാണ്. നോക്കൂ, ഇവിടെ ഇരിക്കുന്ന നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾ, നമ്മൾ കളക്ട്രേറ്റിലേക്ക് എപ്പോഴെങ്കിലുമാണ് പോവുക. ചിലപ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും കളക്ട്രേറ്റ് പോകാത്ത സാധാരണക്കാരൻ എൻ്റെ മുമ്പിൽ ഉണ്ടാവും. സെക്രട്ടേറിയറ്റിലേക്ക് ഒരു ജീവിതത്തിൽ ഒരിക്കൽ പോലും പോകേണ്ടാത്ത ആളുകളാവും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടാവുക. നമ്മുടെ ഗവൺമെന്റ് ഓഫീസ് ഏതാണ്? സാധാരണക്കാരൻ്റെ ഗവൺമെന്റ് ഓഫീസ് അത് പഞ്ചായത്ത് ഓഫീസാണ്, അത് വില്ലേജാണ്, അത് കൃഷിഭവനാണ്. നമുക്ക് എല്ലാ ദിവസവും പോകേണ്ട ഓഫീസ് പഞ്ചായത്ത് ഓഫീസാണ്, വില്ലേജ് ഓഫീസാണ്, കൃഷിഭവനാണ്. അതാണ് സാധാരണക്കാരൻ്റെ ഗവൺമെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയോ, ഇവിടെ 2016 ഉമ്മൻചാണ്ടി സാർ ഭരിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ദൈനംദിനം എന്നോണം കയറി ചെല്ലാനുള്ള പഞ്ചായത്തിൽ, വില്ലേജിൽ, കൃഷിഭവനിൽ ഉമ്മൻചാണ്ടി സാർ ഭരിക്കുമ്പോൾ ഈ 3 സ്ഥാപനങ്ങളിൽ നിന്നായി പിരിച്ചെടുത്ത തുക എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും കൊടുക്കുന്ന ഫീസ്, ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി, അത് ഭൂനികുതി, കെട്ടിട നികുതി, ലൈസൻസ് ഫീസ്, അങ്ങനെ നമ്മൾ കൊടുക്കുന്ന പൈസ, ആ വകയിൽ 2016 ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് പിരിച്ചെടുത്ത തുക 1200 കോടി രൂപയാണ്. 1200 കോടി രൂപ. എന്നാൽ പിണറായി വിജയൻ ഭരിക്കുന്ന 2024 ഈ പറയുന്ന 3 സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമായി പിരിച്ചെടുത്തത് 3700 കോടി രൂപയാണ്. ആരിൽ നിന്നാണ് പിരിക്കുന്നത്? എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും. നമ്മൾ കൊടുക്കുന്ന പണം ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ പഞ്ചായത്തിൽ നിന്ന്, വില്ലേജിൽ നിന്ന്, കൃഷിഭവനിൽ നിന്ന് ആകെ പിരിച്ചത് 3 നിന്നും കൂടിയും 1200 കോടി. എന്നാൽ പിണറായി വിജയൻ 2024 പിരിച്ചത് 3700 കോടി. നോക്കൂ നിങ്ങൾ, ജാതി സർട്ടിഫിക്കറ്റ് നമ്മൾ പോയാൽ അതിന് 100% ഫീസ് വർദ്ധിപ്പിച്ചു. ഇൻകം സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും നമ്മൾ ഇൻകം സർട്ടിഫിക്കറ്റ് എടുക്കും കുട്ടികൾ അഡ്മിഷന് വേണ്ടിയിട്ട്, 400% അതിന് വർധനവുണ്ടായത്. റെസിഡൻസ് സർട്ടിഫിക്കറ്റ് 300% അതിന് ഫീസ് വർദ്ധിപ്പിച്ചത്. ഇവിടുത്തെ ബിൽഡിംഗ് പെർമിറ്റിന് 200% ഫീസ് വർദ്ധിപ്പിച്ചത്. ഈ അങ്ങാടിയിലെ ഷോപ്പുകാരൻ വർഷാവർഷം ലൈസൻസ് പുതുക്കാൻ പോകുമ്പോൾ 200% ലൈസൻസ് ഫീസ് വർദ്ധിപ്പിച്ചത്. വില്ലേജിൽ ചെന്നാൽ റവന്യൂ സർട്ടിഫിക്കറ്റിന് 300% വർധനവ്, പട്ടയത്തിന്റെ ഫോട്ടോ കോപ്പി എടുക്കാൻ 300% വർധനവ്, എങ്ങനെ എല്ലാ അർത്ഥത്തിലും വർധനവ്. നോക്കൂ നിങ്ങൾ, നികുതി അടയ്ക്കാൻ, വീട്ടുനികുതി അടയ്ക്കാൻ ചെന്നാൽ 400% വർധനവ്, ഭൂനികുതി അടയ്ക്കാൻ ചെന്നാൽ അതിന് വർധനവ്. ഒന്നിനും വർധനമില്ലാത്തതില്ല. എല്ലാ നികുതിയും വർദ്ധിപ്പിച്ച ഒരു ഗവൺമെന്റ്. എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത്, ഒരു സാധാരണക്കാരനെ എങ്ങനെ പിഴിഞ്ഞെടുക്കാം എന്നാണ് ഈ ഗവൺമെന്റ് നോക്കിയത്. നോക്കൂ നിങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരു ഇൻകം സർട്ടിഫിക്കറ്റിന് കൊടുത്തു, 400% അവർ ഫീസ് വർദ്ധിപ്പിച്ചു. ആ 400% ഫീസ് വർദ്ധിപ്പിച്ച് നമ്മൾ പൈസ കൊടുത്തു, അക്ഷയക്കാരൻ്റെ ഫീസും കൊടുത്തിട്ട് പിന്നെ സർട്ടിഫിക്കറ്റ് വന്നാൽ, സാധാരണ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്തൊക്കെ സർട്ടിഫിക്കറ്റ് നമുക്ക് വാങ്ങിപ്പോരാം. ഇനി അക്ഷയെന്ന് വന്നാൽ അക്ഷയെന്ന് ഡൗൺലോഡ് ചെയ്ത് പോരാം. ഇപ്പോൾ അക്ഷയെന്ന് ഡൗൺലോഡിങ് ചാർജിൽ 20 രൂപ, അത് ഗവൺമെന്റ് വേറെ കൊടുക്കണം. നോക്കൂ, നമ്മൾ ഫീസ് കൊടുത്ത് നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് അത് നമുക്ക് മൊബൈലിൽ കാണാം, അത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അതിന് 20 രൂപ അഡീഷണൽ കൊടുക്കണം. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ജനങ്ങളെ, സാധാരണക്കാരനെ ഈ ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു ഭരണകൂടം മാറി. നോക്കൂ നിങ്ങൾ, ഞാൻ 2 കാര്യം നിങ്ങളോട് പറയാം. ഒന്ന്, എല്ലാ ദിവസവും നമ്മൾ ഇടപെടുന്ന ഒരു കാര്യമാണ് ഡീസൽ. അത് എല്ലാ ദിവസവും ബസ്സിന് പോകുന്നവരായാലും കാറിന് പോകുന്നവരായാലും ഡീസലും പെട്രോളും അടിക്കാത്തവരുണ്ടാവില്ല. ഡീസൽ നമ്മുടെ ജീവിതത്തിൻ്റെ, ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാണ്. നോക്കൂ നിങ്ങൾ, കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഡീസലിൻ്റെ വില 96 രൂപ 18 പൈസ ഡീസലിൻ്റെ വില. ആ ഡീസലിന് സാധാരണയായി 96 രൂപ 18 പൈസ നമ്മൾ കൊടുക്കുമ്പോൾ ആ പൈസ എന്താവുന്നത്? 50 രൂപ അത് കമ്പനി ഡീസലിനിട്ട വിലയാണ്.
പിന്നെയോ 15 രൂപ 33 പൈസ, അത് മോഡി ഗവൺമെന്റ് നികുതിയാണ്. പിന്നെയോ 26 രൂപ 85 പൈസ, അത് പിണറായി സർക്കാരിന്റെ നികുതിയാണ്. അത് കഴിഞ്ഞാൽ 2 രൂപ, അതാ പമ്പുകാരൻ, റിലയൻസ്, HP എങ്കിൽ HP, അവരുടെ കമ്മീഷനാണ് 2 രൂപ. ഇത് മുഴുവൻ കൂട്ടിയാൽ 94 രൂപ 18 പൈസ. നമ്മൾ കൊടുക്കുന്നത് 96 രൂപ 18 പൈസ. പിണറായിന്റെ നികുതി നമ്മൾ കൊടുക്കുന്നുണ്ട്, മോഡിയുടെ നികുതി നമ്മൾ കൊടുക്കുന്നുണ്ട്, പമ്പുകാരന്റെ കമ്മീഷനും കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 രൂപയുടെ കൂടുതലാണ്. അത് എവിടേക്കാണ് പോയത്? എനിക്കൊരു കൗതുകം. ഞാൻ അങ്ങനെ നോക്കി 2 രൂപ എന്താ സംഭവിച്ചത്? അപ്പൊ പിണറായി സർക്കാരിന്റെ അധിക സെസ് 2 രൂപ. ഈ 1 ലിറ്റർ പെട്രോൾ അടിച്ചാൽ 26 രൂപ 88 പൈസ പിണറായി സർക്കാരിന് നികുതി കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ 2 രൂപ സെസ്. അത് പരിശോധിച്ചപ്പോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡീസലിന് സെസ് വാങ്ങുന്ന സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാണ്. ഡിവൈഎഫ്ഐക്കാരൻ നീ അടിക്കുമ്പോഴും അന്റെ പോക്കറ്റിൽ 2 രൂപ കട്ടെടുക്കുന്ന ഭരണാധികാരിയുടെ പേരാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. CPM-കാരനെയും കൊള്ളയടിക്കാൻ നോക്കൂ നിങ്ങൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെസ് വാങ്ങുന്ന സ്റ്റേറ്റ് അത് കേരളമാണ്. നോക്കൂ, രണ്ടാമത്തെ ഒരു കാര്യം, സാധാരണ ഉമ്മൻചാണ്ടി സാർ ഭരിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു വാർത്തയുണ്ട്. ഇന്ന് പെട്രോളിന് 2 രൂപ വർദ്ധിച്ചു. അതായിരിക്കും പത്രത്തിലെ വാർത്ത. ഇന്നത്തെ പത്രത്തിലെ വാർത്ത 2 രൂപ ഡീസലിന് വർദ്ധിച്ചു. നാളത്തെ പത്രത്തിലെ വാർത്ത എന്താണ്? നാളത്തെ പത്രത്തിലെ വാർത്ത 2 രൂപയുടെ വർധനവ് അത് കേരളത്തെ ബാധിക്കില്ല. എന്താ കാരണം? ഞാൻ നേരത്തെ പറഞ്ഞ 26 രൂപ 88 പൈസ ഉണ്ടല്ലോ, ആ തുക പോലെയുള്ള കേരള ഗവൺമെന്റ് കിട്ടുന്ന നികുതി അത് വേണ്ടെന്ന് വെക്കും ഉമ്മൻചാണ്ടി സാർ. 5 വർഷം ഭരിച്ചപ്പോ 6 തവണ വേണ്ടെന്ന് വെച്ച മുഖ്യമന്ത്രിയുടെ പേരാണ് ഉമ്മൻചാണ്ടി എങ്കിൽ 10 വർഷം ഭരിച്ചപ്പോ 1 തവണ പോലും വേണ്ടെന്ന് വെക്കാത്ത മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. നോക്കി, ജനങ്ങളെ എത്രമേൽ ബുദ്ധിമുട്ടാക്കുകയാണ്. നോക്കൂ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ബാധിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അതേതെന്നറിയോ? KCB ആണ്. എല്ലാ ദിവസവും നമ്മൾ ഇടപെടുന്ന ഒരു കാര്യമാണ് കറണ്ട്. KCB അതിന് 2 മാസം കൂടുമ്പോൾ ബില്ല് വരും. നിങ്ങൾ കഴിഞ്ഞ മാസത്തെ ബില്ലെടുത്ത് നിങ്ങളൊന്ന് നോക്ക്. ഇനി ആ ബില്ലില്ലെങ്കിൽ ഈ വരുന്ന മാസത്തെ ബില്ല് നിങ്ങളെടുത്ത് പരിശോധിക്ക്. അതിന് മീറ്ററിന് വാടക ഉണ്ടാവും, നമുക്ക് കൊടുക്കാം. നമ്മൾ വെച്ച മീറ്ററാണ്, വാടക കൊടുക്കാം. അതിന് ഈ കേരളത്തിലെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന കറണ്ട് ബില്ലാണ്, അതും നമുക്ക് കൊടുക്കാം. കറണ്ട് ബില്ലുണ്ട്, അതിന് ടാക്സ് ഉണ്ട്, അതും കൊടുക്കാം. സെൻട്രൽ ഗവൺമെന്റ് ചെറിയ ടാക്സ് ഉണ്ട്, അതും നമുക്ക് കൊടുക്കാം. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ വേറൊരു വാചകം കാണാം. എന്താണെന്നറിയോ? ഡ്യൂട്ടി ചാർജ് എന്ന് പറഞ്ഞിട്ട് ഒരു തുക. അത് ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്തില്ല, പിണറായിയുടെ കാലത്തുണ്ടായ പുതിയൊരു സാധനം ഡ്യൂട്ടി ചാർജ്. എങ്ങനെയാണ് ജനങ്ങളെ കൊള്ളയടിക്കേണ്ടത് എന്നതിന്റെ കൊള്ള സംഘത്തിന്റെ പേരാണ് ഈ സർക്കാർ എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. ഡ്യൂട്ടി ചാർജ് എന്ന് പറഞ്ഞിട്ട് അഡീഷണൽ ചാർജാണ്. ജനത്തെ വെറുപ്പിക്കുന്ന ഒരു സർക്കാർ, ഇനി അധികാരത്തിൽ വരിക സാധ്യമേ അല്ല എന്ന് തിരിച്ചറിയുന്ന ഒരു സർക്കാർ. അവരിപ്പോൾ ചെയ്ത കാര്യം എന്താണെന്നറിയോ? ഇനി ഒരു നിലക്കും ഗവൺമെന്റ് അധികാരത്തിൽ വരെ സാധ്യമല്ല. കാരണം അത്രയേറെ പ്രതിസന്ധിയിലാണ് ഈ സർക്കാർ പോകുന്നത്. ജനങ്ങൾ വെറുത്തുപോയ ഒരു ഗവൺമെന്റ്. അപ്പോൾ ഗവൺമെന്റ് ഒരു പുതിയ ഐഡിയ തോന്നുകയാണ്. ഇനിയിപ്പോൾ ഭരണം പറയാനൊന്നുമില്ല, ഭരണനേട്ടം പറയാനൊന്നുമില്ല, ഇനി പുതിയൊരു ഐഡിയ ഇറക്കുകയാണ്. എന്താ ഐഡിയ? ഹിന്ദുക്കൾക്ക് വേണ്ടി അയ്യപ്പ സംഗമം, മുസ്ലിങ്ങൾക്ക് വേണ്ടി അതൊരു വേറെ സംഗമം, ക്രിസ്ത്യാനികൾക്ക് വേറെ മതം തിരിച്ച് സംഗമം നടത്തുക. എന്നിട്ട് RSSന്റെ പണിയെടുത്ത് വർഗീയത വളർത്തി 3ാമതും അധികാരത്തിൽ വരാൻ കഴിയുമോ എന്ന് പരിശോധിക്കാം. എനിക്ക് അയ്യപ്പ സംഗമം കണ്ടപ്പോൾ വലിയ രസം തോന്നി. നേരത്തെ 2 ദിവസമായി പറഞ്ഞില്ലേ, അയ്യപ്പ സംഗമത്തിന് ആഗോള അയ്യപ്പ സംഗമമാണ് അല്ലേ? അയ്യപ്പ സംഗമം ആഗോള അയ്യപ്പ സംഗമമാണ്. അത് അയ്യപ്പനോടുള്ള പ്രേമം കൊണ്ട് ഈ ഗവൺമെന്റ് നടത്തുകയാണ്. അതിനുവേണ്ടി ആദ്യത്തെ പ്രചരണ ബോർഡ് ഉയർന്നത് പത്തനംതിട്ട ജില്ലയിൽ, 2ാമത്തെ ഫ്ലക്സ് ബോർഡ് ഉയർന്നത് തിരുവനന്തപുരത്ത്. ചാനലൊക്കെ വലിയ വാർത്ത, ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പത്തനംതിട്ടയിൽ, തിരുവനന്തപുരത്ത് ഫ്ലക്സ് ബോർഡ് ഉയർന്നു, വാർത്തകളൊക്കെ വന്നു. അപ്പൊ നോക്കുകയാണ്. അപ്പോൾ ഒരു ചാനൽ ഒരു വാർത്ത, അയ്യപ്പ സംഗമത്തിന്റെ ഫ്ലക്സ് ബോർഡിൽ വാസവനുണ്ട്, അയ്യപ്പ സംഗമത്തിന്റെ ഫ്ലക്സ് ബോർഡിൽ പിണറായി വിജയനുണ്ട്. അയ്യപ്പനോടുള്ള പ്രേമം കൊണ്ട് നടത്തുന്ന ഈ പരിപാടിയിൽ അയ്യപ്പന്റെ ചിത്രം വെക്കാൻ തന്നെ മറന്നുപോയി സാധുക്കൾ, അയ്യപ്പന്റെ ഫോട്ടോ വെക്കാൻ മറന്നുപോയ ഒരു സാധുക്കൾ. നോക്കൂ നിങ്ങൾ, എന്നിട്ട് എത്ര പേരാ രജിസ്റ്റർ ചെയ്തത്? 4246 പേർ അയ്യപ്പ സംഗമത്തിന് രജിസ്റ്റർ ചെയ്തു. ആഗോള അയ്യപ്പ സംഗമത്തിന് പങ്കെടുത്ത എത്ര പേരാണ്? 623 പേർ. എന്ന് വെച്ചാൽ ഈ അയ്യപ്പ സംഗമം ഒരു കപട സംഗമമാണ് എന്ന് ഈ രാജ്യത്തെ ഈ പറയുന്ന അയ്യപ്പ വിശ്വാസികൾ അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. 623 പേർ. നമ്മുടെ നാട്ടിലൊക്കെ അയ്യപ്പ വിളക്ക് നടക്കാറുണ്ട്, അതിനുണ്ടാകാറുണ്ട് 700, 800, 900 ആൾക്കാരൊക്കെ അല്ലേ? അയ്യപ്പ സംഗമത്തിന് ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാകാറുണ്ട്. ആഗോള അയ്യപ്പ സംഗമം എല്ലാ ചാനലും ലൈവ് കൊടുത്ത് പ്രചരണ പ്രവർത്തനം നടത്തിയിട്ട് ഏകദേശം 8 കോടി രൂപ ചെലവഴിച്ച് ഗവൺമെന്റ് നടത്തിയിട്ട് ആകെ വന്നത് 623 പേരാണ്. എനിക്കതിൽ വലിയ രസമായി തോന്നിയൊരു കാര്യമുണ്ട്. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, വെള്ളാപ്പള്ളി നടേശനാണ് മുഖ്യാതിഥി. വെള്ളാപ്പള്ളി നടേശനാണ്. എന്നിട്ട് വെള്ളാപ്പള്ളി നടേശന് ഒരു പ്രസംഗമുണ്ട്. അത് എന്താ പ്രസംഗിച്ചതെന്നറിയോ? ഇപ്പോൾ നമ്മുടെ ഈ ഇരിക്കുന്ന മുഖ്യമന്ത്രി ഉണ്ടല്ലോ, ആ മുഖ്യമന്ത്രി ഇപ്പോൾ നല്ല അയ്യപ്പ ഭക്തനാണ്. അയാൾ പഴയ മാതിരിയൊന്നുമല്ല, അയാൾ ഭയങ്കര അയ്യപ്പ ഭക്തനാണ് എന്ന വെള്ളാപ്പള്ളി പറയുന്നത്. അപ്പോൾ എനിക്കൊരു കൗതുകം. ഞാൻ എൻ്റെ സുഹൃത്തുണ്ട് രഞ്ജിത്തിനോട് ചോദിച്ചു, അയ്യപ്പ ഭക്തൻ എങ്ങനെ തിരിച്ചറിയാം?
ഇതൊന്നും അറിയണമല്ലോ. കാരണം രണ്ട് മൂന്ന് കൊല്ലം മുമ്പേ അയ്യപ്പന്റെ സന്നിധിയിലേക്ക് 18-ാം പടിയും മറികടന്ന് ഇവിടുത്തെ പോലീസുകാരനെ അവന്റെ യൂണിഫോം അഴിച്ചു വെച്ച് മഫ്തിയിൽ പോലീസുകാർക്ക് സംരക്ഷണം കൊടുത്ത് അർദ്ധ സൈനിക സേനയുടെ തോക്കിന്റെ സംരക്ഷണയിൽ ഇവിടുത്തെ ചുംബന സമരത്തിന് നേതൃത്വം കൊടുത്ത 2 യുവതികളെ അയ്യപ്പ സന്നിധിയിലേക്ക് കയറ്റിയിട്ട് ഞങ്ങൾ ആ വിപ്ലവം നടത്തി എന്ന് പറഞ്ഞ പിണറായി വിജയൻ പെട്ടെന്ന് ഒരു ദിവസം അയ്യപ്പ ഭക്തനായി മാറിയിട്ടുണ്ട് എന്ന് വെള്ളാപ്പള്ളി പറയുമ്പോൾ എന്താണ് ഈ അയ്യപ്പ ഭക്തനായി മാറിയുണ്ടാകുന്ന പ്രത്യേകത? അതൊന്നും അറിയണമല്ലോ. ഞാൻ എൻ്റെ സുഹൃത്ത് രഞ്ജിത്തിനോട് ചോദിച്ചു, എന്താണ് ഈ അയ്യപ്പ ഭക്തനായി ഉണ്ടായ പ്രത്യേകത? അപ്പം എന്നോട് ചോദിച്ചു, നവാസ് ഈ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ടില്ലേ? ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. അതിൽ പറയുന്നുണ്ട് ആരാണ് അയ്യപ്പ ഭക്തനെന്ന്. അതിൽ പറയുന്നുണ്ട് ആരാണ് അയ്യപ്പ ഭക്തനെന്ന്. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം എടുത്ത് കേട്ടു. അദ്ദേഹം പറയുകയാണ് ഭഗവത്ഗീതയിലെ 12-ാം അധ്യായം, ഭഗവത്ഗീതയിലെ 12-ാം അധ്യായത്തിലാണ് ആരാണ് അയ്യപ്പ ഭക്തൻ എന്ന് പറയുന്നത്. ഞാൻ ചോദിച്ചു എൻ്റെ സുഹൃത്തിനോട് അതിൻ്റെ മലയാളം ഒന്ന് പറഞ്ഞു തരുമോ, ഇതൊന്ന് പഠിക്കണമല്ലോ. അതിന് മലയാളം എനിക്ക് അയച്ചു തന്നു. എനിക്ക് ഭയങ്കര ചിരി വന്നത് കേട്ടപ്പോൾ. പിണറായി വിജയൻ അയ്യപ്പ ഭക്തനാണ് എന്ന് വെള്ളാപ്പള്ളി, ആരാണ് അയ്യപ്പ ഭക്തൻ എന്ന് ഭഗവത്ഗീതയിലെ 12-ാം അധ്യായം ഉദ്ധരിച്ച് പിണറായി വിജയൻ. അതിന്റെ മലയാളം ഇങ്ങനെയാണ്: സകല ജീവജാലങ്ങളോടും ദേഷ്യമില്ലാത്തവൻ. ആര്? അയ്യപ്പ ഭക്തൻ. ഈ പിണറായിന്റെ മോന്തമേൽ നോക്കിയിട്ടാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് ഇയാൾ അയ്യപ്പ ഭക്തനാണ്. അത് മാത്രമാണോ? പിന്നെ പറഞ്ഞെന്താ? മൈത്രിയും കരുണയും മമതയും ഉള്ളവൻ പരനാറി എന്നാണ് വിളിച്ചത് അല്ലേ? പരനാറി എന്ന് വിളിച്ച് ഇയാളെ കുറിച്ച് പറയാണ് മൈത്രിയും കരുണയും മമതയും ഉള്ളവനാണ്. നോക്കൂ നിങ്ങൾ, അഹങ്കാരരഹിതൻ. ഞാൻ ഇവിടുന്ന് സംസാരിക്കുക, ഇപ്പം രണ്ടത്താണി സാഹിബ് സംസാരിച്ചു, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. പിണറായി വിജയനാണ് പ്രസംഗിക്കുന്നതെങ്കിൽ ആ മൈക്ക് ഓപ്പറേറ്ററിന് നെഞ്ച് പടയ്ക്കുന്നുണ്ടാവും. കാരണം ഇതെങ്ങാനും അതിനിടയ്ക്ക് ഒരു കൂക്കലോ ഒരു അച്ചുമ്പുലി ഉണ്ടാക്കിയാൽ അയാൾ അവസാനത്ത് ഇവിടുന്ന് പറഞ്ഞു പോകും അല്ലേ? അയാളെ കുറിച്ച് പറയണം അഹങ്കാരരഹിതൻ. ആര്? അയ്യപ്പ ഭക്തൻ. ആര് പറഞ്ഞതാ? പിണറായി തന്നെ പറയാൻ അഹങ്കാരരഹിതനാവും. പിന്നെയോ ക്ഷമയുള്ളവൻ. ഞാൻ ആലോചിച്ചത് ആ ചെറിയൊരു പെൺകുട്ടി, സ്കൂളിൽ പഠിക്കുന്നൊരു കുട്ടി, ഒരു ചെറിയ കൈയാണ്, കുഞ്ഞു കൈ, അതിൽ വലിയൊരു ഫോണുണ്ട്. സെൽഫി എടുക്കാൻ വന്നതാണ് മുഖ്യമന്ത്രിയുടെ. ഒരൊറ്റ തട്ടാണ്, കുട്ടി അങ്ങോട്ട് മാറിപ്പോയി സെൽഫി എടുക്കാൻ വന്ന മൊബൈൽ ഫോൺ സ്റ്റേജിൽ നിന്ന് താഴത്തേക്കും. അയാളെക്കുറിച്ച് പറയാണ് ക്ഷമയുള്ളവനാണ് എന്ന്. ഞങ്ങളൊരു കാര്യം പറയാം, ഇങ്ങനെയാണ് ഇതാണ് അയ്യപ്പ ഭക്തനെങ്കിൽ ഞങ്ങൾ പറയുന്നത് വെള്ളാപ്പള്ളി നടേശ, നിങ്ങൾക്ക് പോലും അയ്യപ്പ ഭക്തൻ ആരാണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ കേരള ജനതയ്ക്ക് അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ പരിപാടി 8 നിലയെ പൊട്ടിപ്പോയത്. ഒരു സർക്കാർ ഇനി അധികാരത്തിൽ വരിക സാധ്യമല്ല എന്ന് കാണുന്ന ഒരു പുതിയൊരു കാര്യമാണ്. ഞാൻ അവസാനിപ്പിക്കാൻ, നിങ്ങളുടെ കലാപരിപാടികളൊക്കെ ഈ സ്റ്റേജിൽ നടക്കാനുണ്ട്. കേരളത്തിൽ ഒരു മലയാള സിനിമ ഉണ്ടായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ചിന്താവിഷ്ടയായ ശ്യാമള എന്നാണ് സിനിമയുടെ പേര്. അതിൽ ശ്രീനിവാസൻ അഭിനയിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രം നാട്ടിലൊക്കെ ഭയങ്കര അലമ്പാണ്, എല്ലാവരോടും പൈസ കടം വാങ്ങും, പുരക്കാർക്കൊക്കെ വലിയ പ്രശ്നമാണ്, പുരക്കാരെ എടങ്ങേറായി ആ ചങ്ങാതിനെ കൊണ്ട്. അവസാനം അങ്ങാടിയിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ ഈ ശ്രീനിവാസന്റെ ഈ കഥാപാത്രത്തെ പുരക്കാരൊക്കെ വിളിച്ചിരുത്തിയിട്ട് പറയുന്നുണ്ട്, ഈ ഒരു കാര്യം ചെയ്യണം, നീ ഈ ചിന്താവിഷ്ടയായ ശ്യാമളയിലെ ശ്രീനിവാസന്റെ കഥാപാത്രത്തോട് പറയാണ്, നീ ഒരു കാര്യം കുറച്ച് കാലം ഒന്ന് മാറിയിക്കണം. അപ്പോൾ ശ്രീനിവാസൻ ചോദിക്കണം, ഞാൻ അങ്ങോട്ട് മാറാനാണ്? അപ്പോൾ എല്ലാവരും കൂടി ആലോചിക്കാൻ, നീ തൽക്കാലം മലക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കണം, 1 മാസം ഇവിടുന്ന് മാറിക്കുമല്ലോ. അപ്പോൾ ശ്രീനിവാസൻ പറയാൻ, ഞാൻ അതിന് അയ്യപ്പ ഭക്തനെന്നല്ല, എനിക്ക് ദൈവത്തിൽ വിശ്വാസമൊന്നുമില്ല. വീട്ടുകാർ പറയാൻ, അനക്ക് ദൈവത്തിൽ വിശ്വാസം ഇല്ലെങ്കിലും ഈ 1 മാസം മാറി നിന്നാൽ ഞങ്ങൾക്ക് വലിയ സമാധാനമാണ്, അതുകൊണ്ട് നീ ഒന്ന് മാറിയിട്ട് മലക്ക് പോകണം. വീട്ടുകാരെ നിർബന്ധത്തിന് വാങ്ങിയിട്ട് ചിന്താവിഷ്ടയായ ശ്യാമളയിലെ ശ്രീനിവാസൻ മാലയൊക്കെ ഇട്ട് നല്ല കറുത്ത മുണ്ടൊക്കെ എടുത്ത് അങ്ങാടിയിലേക്ക് ഇറങ്ങി. അപ്പോൾ നാട്ടിലെ ആൾക്കാർ, പൈസ കടം ചോദിക്കുന്ന ആൾക്കാരൊക്കെ ശ്രീനിവാസൻ്റെ അടുത്ത് വരും. ഏതായാലും മാലട്ട സ്വാമിയല്ലേ, 1 മാസം കഴിഞ്ഞിട്ട് ചോദിക്കാം. ശ്രീനിവാസന് നല്ല സൗകര്യമായി, 1 മാസം മുഴുവൻ നടക്കാം, കാരണം കടം കൊടുത്തോളൊന്നും ചോദിക്കുന്നില്ല, വലിയ സൗകര്യമായി. 1 മാസം കഴിഞ്ഞു, ഇയാൾ മലക്ക് പോയി തിരിച്ചു വന്നു. എന്നിട്ട് ശ്രീനിവാസൻ പറയാൻ, ഞാൻ ഇനി മാല അയക്കുന്നേ ഇല്ല, ജീവിതകാലം മുഴുവൻ മാലയിട്ട് നടക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. എന്താ കാര്യം? കടം ചോദിക്കാൻ ആളുകളൊന്നും ചോദിക്കുന്നില്ല, അപ്പോൾ ജീവിതകാലം മുഴുവൻ മാലയിടാം എന്ന് തീരുമാനിക്കുകയാണ്. എന്ന പോലെ നിങ്ങൾക്ക് ദൈവവിശ്വാസം ഇല്ല എന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ചിന്താവിഷ്ടിയായ ശ്യാമളയിൽ കടം കൊടുത്തവനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാലയിട്ട് നടക്കുന്നത് പോലെ വെറുത്തുപോയ ഒരു ഗവൺമെന്റിനെ 3ാമതും അധികാരത്തിൽ കയറ്റാൻ വേണ്ടിയിട്ട് പമ്പയുടെ തീരത്ത് ആ സ്റ്റേജിൽ കയറി നിന്നത് കേരളത്തിൽ ഒരിക്കൽ കൂടി ചിന്താവിഷ്ടിയായ ശ്യാമളയിലെ ശ്രീനിവാസന്റെ കഥാപാത്രത്തെയാണ് പിണറായിയിലൂടെ ഈ മലയാളക്കാരെ കണ്ടത് എന്ന് പറയാതിരിക്കാനാവില്ല. അതുകൊണ്ട് ഈ സർക്കാർ അതിൻ്റെ അനിവാര്യമായ തകർച്ചയിലേക്ക് പോവാൻ, അനിവാര്യമായ തകർച്ചയിലേക്ക് ഈ സർക്കാർ പോവാൻ. നോക്ക്, ഇവിടെ നിൽക്കുന്ന സാധാരണ ഡിവൈഎഫ്ഐക്കാരൻ, സാധാരണ സഖാക്കൾ, അവരോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, ഈ ഗവൺമെന്റ് ഇനി അധികാരത്തിൽ വരണോ? സഖാക്കളോട് ചോദിച്ചു നോക്ക്. നല്ല സഖാക്കൾ പറയും അത് വേണ്ടാന്ന്. ഞാനൊരു കാര്യം പറയാം, നല്ല സഖാക്കളോട് ചോദിക്കണം. ഇപ്പോൾ എൻ്റെ നാട്ടിൽ നേരത്തെ ഈ ഫ്ലെക്സ് ബോർഡിൽ അയ്യപ്പൻ്റെ ഫോട്ടോ ഇല്ല എന്ന് പറഞ്ഞ വീഡിയോ വന്നല്ലോ. ആ വീഡിയോ വന്നപ്പോൾ നമുക്കറിയാം, നമ്മളൊക്കെ നാട്ടിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വലിയ വർത്തമാനം പറയാം മാപ്പിള സഖാക്കളാണ്. അവരാണല്ലോ സഖാക്കൾ പൊതുവേ ഒരു ബുദ്ധിയില്ലാത്ത ജാതിയാവും, അതിൽ മാപ്പിള സഖാക്കൾ തനി അലമ്പ് ടീമാവും. അവരാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ തർക്കം ഉണ്ടാക്കാൻ വേണ്ടി വരിക. എൻ്റെ നാട്ടിൽ ഈ വാർത്ത നമ്മൾ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകൻ നാട്ടിലൊരു ഗ്രൂപ്പിലേക്ക് ഇട്ടു. എന്നിട്ട് പറഞ്ഞു, അയ്യപ്പനെ മക്കാൻ മറന്നുപോയ അയ്യപ്പ സംഘമാണ്.
അപ്പം മാപ്പിള സഖാവ് പറയാണ് അത് അത്ര വലിയ കാര്യമൊന്നും ആക്കണ്ടെന്ന്. അപ്പോൾ ഇവൻ ചോദിച്ചു അതെന്താ അയ്യപ്പ സംഗമത്തിന് അയ്യപ്പൻ്റെ ഫോട്ടോ വേണ്ടേ? അതിപ്പോൾ റബ്ബി ലെവലിൽ നബിദിനൊക്കെ നടത്തിയിട്ട് നബിൻ്റെ ഫോട്ടോ നമ്മളാരെയും വെച്ചിനോ? അതേമാതിരി കണക്കാക്കിയാൽ മതി. ഈ മാതിരി റേഞ്ചുള്ള സഖാക്കളോടല്ല, അത്യാവശ്യം തിരക്കില്ലാത്ത സഖാക്കളുണ്ടാവും, ഓരോട് പോയി ചോദിക്കണം ഇനി ഒരിക്കൽ കൂടി ഈ പിണറായി സർക്കാർ വരണോ? അവരെല്ലാവരും പറയും ഞങ്ങളുടെ പാർട്ടി നിലനിൽക്കാൻ ഞങ്ങൾ ഈ സർക്കാരിനെ തോൽപ്പിക്കും എന്ന് പറയുന്ന സഖാക്കളുള്ള നാടായി ഈ നാട് മാറിയിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് യൂത്ത് ലീഗിന്റെ ഈ സമ്മേളനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് യൂത്ത് ലീഗ്. അസ്സലാമു അലൈക്കും.